ഉള്ളൂ. ആൾക്ക് ചൂടും കൊണ്ട് അങ്ങ് അറ്റം വരെ പോകാൻ പറ്റി. അപ്പോൾ അയാൾക്കൊരു എക്സ്റ്റെൻഡഡ് വർഷിപ്പായിരുന്നു ദൈവം കൊടുത്തത്. പക്ഷെ നമ്മളത് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ പ്രശ്നം ഇവിടെ ആ 1 മണിക്കൂർ ചെയ്ത ആ ശുശ്രൂഷയാണ് ആരാധന അല്ല. ദൈവാലയത്തിൽ ദൈവവേലയോട് ബന്ധത്തിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുവോ അതിനെയെല്ലാം ദൈവം ആരാധനയായി തന്നെ കണക്കാക്കുന്നു. പക്ഷെ ഇത് ഒത്തിരി പേർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. പഴയ നിയമത്തിൽ കിടക്കുന്ന അതേ വാക്ക് തന്നെയാണ് പുതിയ നിയമത്തിൽ കിടക്കുന്ന എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അടുത്തൊരു പദമാണ് ലാട്രിയ, LATREIA, ലാട്രിയ എന്നുള്ള വാക്ക്. അതാണ് റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ കിടക്കുന്നത്. എന്താണ്? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കണമെന്നും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്നുള്ള അതാണല്ലോ ശരിയായ ആത്മീയ ആരാധന എന്നാണ് അവിടെ ഇരിക്കുന്നത്. ദിസ് ഇസ് ദ സ്പിരിച്വൽ ആക്ട് ഓഫ് വർഷിപ്പ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ കിടക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതാണ് ആത്മീയ ആരാധന. നോക്കണേ, പാട്ടുപാടുന്നതല്ല അവിടെ ആത്മീയ ആരാധന എന്ന് എഴുതിയിരിക്കുന്നത്. സ്തോത്രം സ്തുതിയും പറയുന്നതല്ല. എന്താണ്? നിങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കുന്നതും മനസ്സിനെ ദൈവഹിതം അറിഞ്ഞ് പുതുക്കുന്നതുമാണ് ആരാധന. There is a physical act of worship, there is a mental act of worship, there is an emotional act of worship, but more important is the spiritual act of worship. എന്താണ്? ആത്മാവിൽ നിന്നുള്ള ആരാധന. എൻ്റെ ആത്മാവ് ആരാധിക്കുന്നതാണ് ശരിയായ ആരാധന. ഇനി അവിടെ ആ ശമരിക്കാത്ത സ്ത്രീയോട് യേശു പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. എന്താണ് ഈ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക എന്ന് പറയും? ഇന്ന് ഒരുപാട് പേര് നമ്മൾ കോട്ട് ചെയ്യുന്നൊരു സ്ഥിരം ഫ്രേസാണ്, നിങ്ങളിങ്ങനെ അവിടെ പള്ളിയിലൊക്കെ കയറി ഇറങ്ങി നടന്നോ, വേറോട്ട് വന്നോ, നമ്മുടെ കൂടെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം കേട്ടോ. നിങ്ങളെല്ലാം സാധാരണ ഈ സമുദായക്കാരെ ഇട്ട് കൊട്ടുകൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു വാക്കാണ്. ഇങ്ങനെ കാണുന്നാൽ മതിയോ? ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. അത് പറഞ്ഞാൽ നമ്മൾ ആൾക്കാരെല്ലാം വിളിച്ചോണ്ട് വരുന്നത് ആ പള്ളിയിൽ അതില്ല, ഇവിടെയാണ് അതുള്ളതെന്ന് അല്ലേ? അതല്ലേ സത്യം. ഇനി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തുവാണ് ഈ തിരിച്ച് ഈ നല്ല മർത്തോമക്കാരനും യാക്കോക്കാരനും ആണ്ട് അവൻ ചോദിക്കാത്ത എന്തുവാ ഈ ആത്മാവിൽ സത്യത്തിലായിരുന്നു? അത് ചോദിച്ചാൽ നമ്മൾ വിട്ടു. കാര്യം ഞാൻ പലയിടത്ത് പോയി ഇതിൻ്റെ ചോദ്യം ചോദിച്ചിട്ട് ഈ ആത്മാവിലും സത്യത്തിലുള്ള ആരാൻ എന്താ ചോദിച്ചാൽ, അയ്യോ അതെന്തോ ബ്രദർ അങ്ങനെ ചോദിക്കുന്നത്? ആത്മാവിലും സത്യത്തിലും അതെന്തോ ഒന്ന് പറയാമോ? ആത്മാവിൽ പറഞ്ഞാൽ ആത്മാവിൽ എന്ന് പറഞ്ഞാൽ 2 ബഹളം വെച്ചാൽ അത് ആത്മാവിലാകത്തില്ല. അടുത്തത് സത്യം, സത്യത്തിൽ. അതെന്തോ സത്യം? സത്യമായിട്ടും സത്യവും പിന്നെന്ത് ബാക്കിയെല്ലാം കള്ളമാണെന്നു. നിങ്ങൾ ചിരിച്ചു. ഇനി സത്യം പറ, എത്ര പേർക്ക് എൻ്റെ ശരിക്കുള്ള അർത്ഥം അറിയാം? നമ്മളും രക്ഷപ്പെടാൻ ഈ ആത്മാവും സത്യവും പറഞ്ഞിട്ട് കിടക്കുക. എന്തോ ഈ 2 എണ്ണം? അപ്പം ഇതെവിടെ വാക്യം നിങ്ങൾക്കറിയാമല്ലോ. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 23-24 നമ്മളത് കാണുന്നത് അല്ലേ? അവിടെ കാണുന്നത് വർഷിപ്പ് ഇൻ സ്പിരിറ്റ് എന്നാണ് അല്ലേ? ആത്മാവിൽ ആരാധിക്കണം. ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടോ ആരുടെയെങ്കിലും കയ്യിൽ? ഉണ്ടെങ്കിൽ ഓക്കെ. അവിടെ ആ സ്പിരിറ്റ് എന്നുള്ളത് എഴുതിയിരിക്കുന്നത് എസ്, ചെറിയ എസ് ആണോ വലിയ എസ് ആണോ? ചെറിയ എസ് ആണ്. അപ്പം അത് ഏത് ആത്മാവിൻ്റെ കാര്യം എഴുതിയിരിക്കുന്നത്? പരിശുദ്ധാത്മാവിൽ നിന്നായിരുന്നെങ്കിൽ വലിയ എസ് കണ്ടേന്. അവിടെ ഇട്ടിരിക്കുന്നത് ചെറിയ എസ്. അതിൻ്റെ അർത്ഥം ഏതാ? എന്തുവാ? സത്യനമസ്കാരികൾ ആത്മാവിൽ ആരാധിക്കണം. അതിൻ്റെ അർത്ഥം നമുക്ക് ഈ ആത്മാവ് നേട്ടം ഒന്നേ അറിയത്തുള്ളൂ. ഏതാ? പരിശുദ്ധാത്മാവിൽ. അവിടെ എഴുതിയിരിക്കുന്നത് യേശു പറഞ്ഞു ഇത്രയേ ഉള്ളൂ, മോളെ, ആരാധനയെന്ന് പറഞ്ഞാൽ ദൈവം ആത്മാവാകുന്നു. അവൻ നമ്മളെ അവൻ്റെ ഛായയിൽ സൃഷ്ടിച്ചെങ്കിൽ നമ്മളും ഓരോ ആത്മാക്കളാണ്. നമ്മുടെ ആത്മാവ് വേണം ആത്മാവാം ദൈവത്തെ ആരാധിക്കേണ്ടത്. അതിന് നമ്മളെ പരിശുദ്ധാത്മാവ് സഹായിക്കും. പക്ഷേ നമ്മുടെ ആത്മാവെന്ന് പറഞ്ഞത് വെറും ആത്മാവ് മാത്രമല്ലല്ലോ. നമുക്കൊരു ദേഹിയുണ്ട്, ഒരു ദേഹമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആത്മാവിനെ ഈ ദേഹത്തിൽ വെച്ചിരിക്കുമ്പോൾ എൻ്റെ ദേഹിയും ആരാധിക്കണം, എൻ്റെ ദേഹവും അതിൽ ഉൾപ്പെടണം. പക്ഷെ ഒടുവിലായി അങ്ങ് എത്തുന്നത് എന്തുവാ? ആത്മാവാണ് ആത്മാവാം ദൈവത്തെ ആരാധിക്കേണ്ടത്. ഞാൻ പറയട്ടെ, നമ്മുടെ ശരീരം ചാടി കുലുക്കിയൊക്കെ ആരാധിക്കാം, അത് നമ്മുടെ ശരീരം ആരാധിച്ചു. നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് നല്ലവണ്ണം ആരാധിക്കാം, നമ്മുടെ ബുദ്ധി കൊണ്ട് ആരാധിക്കാം, വൈകാരികമായിട്ട് ഇമോഷണലി ഓൾസോ വി ക്യാൻ വർഷിപ്പ്. പക്ഷെ ഇതെല്ലാം കഴിയുമ്പോഴും എൻ്റെ ആത്മാവ് ശരിക്കും പറഞ്ഞാൽ ആരാധിച്ച് തുടങ്ങിയിട്ടില്ല. ആരാണ്ട് പറഞ്ഞല്ലേ, വെള്ളം അടുപ്പ് കത്തിച്ച് പതുക്കെ വെള്ളം ഒന്ന് ചൂടായി വരുന്നേ ഉള്ളൂ, പക്ഷെ തിളയ്ക്കുന്നതിന് മുമ്പ് എന്ത് പറ്റും? വാങ്ങി വെച്ച് കഴിഞ്ഞു അത് വാട്ടവെള്ളമായി. നമ്മുടെ പല ആരാധനയും
നമ്മുടെ ശരീരത്തിൽ തുടങ്ങി നമ്മുടെ മനസ്സിൽ ഒരു പാട്ട് പാടാം. ഒന്ന് മനസ്സ് പറയുന്നു, ഓക്കെ എൻ്റെ വാടും പറയുന്നു, ഏത് പാട്ടാ, ഓക്കെ ശരി. നമ്മുടെ ബുദ്ധിയുണ്ട്, ആ പാട്ട് തന്നെ എടുത്തു, ഓക്കെ എൻ്റെ വോക്കൽ കോഡ് വായെടുത്ത് പറയുന്നു, കൈ അങ്ങോട്ട് അടിച്ചു, ഓക്കെ ഞാൻ അങ്ങോട്ട് നല്ലോണം ആ പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ശരീരം അപ്പോൾ ഇൻവോൾവായി, എൻ്റെ മനസ്സ് ഇൻവോൾവായി, എൻ്റെ ഇമോഷൻസ് ഇൻവോൾവായി. കുറേ കഴിയുമ്പോൾ എനിക്ക് പരിസരമൊക്കെ പറഞ്ഞ് ഞാൻ ദൈവത്തെ നൃത്തം ചെയ്തൊക്കെ ആരാധിക്കുന്നു. ഗുഡ്, വെരി ഗുഡ്, അത് വേണം. പക്ഷേ പ്രശ്നം അപ്പോഴും ആരാധന എവിടം വരെ എത്തിയുള്ളൂ? എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ ബുദ്ധിയും എൻ്റെ വികാരങ്ങളും അതിനകത്തുൾപ്പെട്ടു. പക്ഷേ ഇപ്പോഴും എവിടം വരെ ചൂടായിട്ടില്ല. എൻ്റെ ആത്മാവ് പെട്ടെന്ന് അങ്ങനെ ഇളവത്തൊന്നുമില്ല. കാര്യം ഒന്നാമത് ഈ ആത്മാവ് എപ്പോഴും ഞാൻ രക്ഷിക്കപ്പെടുമ്പം ദൈവത്തോട് എപ്പോഴും മുകളിലോട്ടാണ് നോക്കിയിരിക്കുന്നത്. പക്ഷേ ഈ പാർട്ടി, അതായത് എൻ്റെ ശരീരവും എൻ്റെ ദേഹി എന്ന് പറഞ്ഞത് എപ്പോഴും ഈ മണ്ണിൽ നിന്ന് എടുത്തുകൊണ്ട് ഇദ്ദേഹത്തിന് പിടി എപ്പോഴും എങ്ങോട്ടാ? താഴോട്ടാ. എൻ്റെ ഈ ദേഹിക്ക് എപ്പോഴും ലോകത്തോടാ ബന്ധം. കാരണം എപ്പോഴും ഈ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടാണ് കൂടുതൽ കണക്ഷൻ, അല്ലേ, അങ്ങോട്ടാണ് കൂടുതൽ അട്രാക്ഷൻ. പക്ഷേ എൻ്റെ ആത്മാവ് വീണിരിച്ചാൽ വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എൻ്റെ ആത്മാവ് ഒരുക്കമുള്ളതാണ്, പക്ഷേ എൻ്റെ ജഡം ബലഹീനമാണ്. ജഡം എന്ന് പറഞ്ഞാൽ ശവം എന്നുള്ള അർത്ഥത്തില്ല. എന്തുവാ ഉദ്ദേശിക്കുന്നത്? ബൈബിളിൽ ജഡവും ഫ്ലഷ് എന്ന് ഇരിക്കുന്നത് എൻ്റെ ദേഹിയും ദേഹവും ചേർന്നതിനെയാണ്. ശരിയാണോ? അതുകൊണ്ടാണ് പൗലോസ് പോലും പറഞ്ഞത്, മൈ ഫ്ലഷ് ഇസ് വീക്ക് ബട്ട് മൈ സ്പിരിറ്റ് ഇസ് വില്ലിങ്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ആത്മാവ് പറയാം, ഇന്ന് രാത്രി ഒരു മണിക്കൂർ എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ സാധാരണ 10 മണിക്ക് കിടക്കും, പക്ഷെ ഇന്ന് എനിക്കൊരു 1 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടേ ഞാൻ കിടക്കത്തുള്ളൂ. നിങ്ങളുടെ ആത്മാവ് പറയുക. ഇന്നിവിടെ കേട്ട എന്തെങ്കിലും ഒരു വചനം നിങ്ങളെ ഉത്സാഹിപ്പിച്ച് നിങ്ങൾ പറയുക, ഇന്ന് 10 മണിക്ക് ഞാൻ 1 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടേ ഞാൻ കിടക്കൂ എന്ന് നിങ്ങൾ ആത്മാവ് പറയുന്നു. 10 മണി ആറാകുമ്പോഴത്തേക്കും ആത്മാവ് പറയുക 10 മണിക്ക് പ്രാർത്ഥന. അവിടെ നിങ്ങളുടെ ശരീരം എന്തോ പറയും? ഭയങ്കര ക്ഷീണം. അത് നിങ്ങളുടെ മനസ്സെന്താ പറയുന്നത്? ഇന്നങ്ങ് ഉറങ്ങാം, നാളെ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ബുദ്ധി പറയും അതാണ് നല്ലത്. പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ദേഹിയും ദേഹവും കൂടെ കിടക്കുന്നു. 10:05 ആയപ്പോഴത്തേക്കും നിങ്ങൾ 3-ാം സ്വർഗത്തോളം എത്തി കൂർക്കം വലിച്ചു തുടങ്ങി. ഇത് സത്യമാണെന്ന് പറയുന്നൊരു കൈപൊക്കിക്കേ. കണ്ടോ? ദിസ് ഇസ് ദ റിയാലിറ്റി. എൻ്റെ ആത്മാവ് നല്ലൊരു ആഗ്രഹം ആഗ്രഹിച്ചത്. എൻ്റെ ആത്മാവ് പറഞ്ഞു എനിക്ക് ദൈവത്തോട് 1 മണിക്കൂർ പ്രാർത്ഥിക്കുകയും അവനോടൊപ്പം ഇരിക്കണം, അവനെ ആരാധിക്കണം. പക്ഷേ എൻ്റെ ബലഹീനമായ ശരീരവും മനസ്സും ഈ പാട്ടിൽ രണ്ടും ഒന്നാ. ഇമാരെ താഴോട്ട് പിടിക്കും, ആത്മാവും മുകളിലോട്ട് പിടിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അയ്യോ ഞാനൊരു അരിഷ്ട മനുഷ്യൻ, മേളിലോട്ട് ആത്മാവ് പിടിക്കുന്നു, താഴോട്ട് എൻ്റെ ജഡം പിടിക്കുന്നു, രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് ഞാൻ കഷ്ടിക്കുകയാണേ. അവിടാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ റോള്. എൻ്റെ ജഡം ബലഹീനമാണ്, പക്ഷേ ആത്മാവിനാൽ ഞാൻ എൻ്റെ ജഡത്തെ എന്ത് ചെയ്യണം? ഞാൻ ദണ്ണിച്ച് അടിമയാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ജഡത്തിൻ്റെ മേൽ എനിക്ക് കൃപ വേണം, ഇതിനെ ഒന്ന് പിടിച്ചു നിർത്താൻ. ഈ ക്ഷീണം ഒന്ന് മാറ്റാൻ എനിക്ക് കൃപ വേണം. അത് പരിശുദ്ധാത്മാവിനാൽ ദൈവം എനിക്ക് കൃപ തരുമ്പോൾ ഇതിനെ ജയിച്ച് എൻ്റെ ആത്മാവ് ദൈവത്തോട് ബന്ധപ്പെടും. അപ്പോൾ അവിടെ ആത്മാവിൽ ആരാധന എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. ഓക്കെ, ഇതാണ് അതിൻ്റെ അർത്ഥം. ഇനി നിങ്ങൾ എങ്ങനെ ധരിച്ചോട്ട് പോയാലും എനിക്ക് പ്രശ്നമില്ല. ഇതാണ് എൻ്റെ അർത്ഥം. ഞാനത് പറഞ്ഞു തന്നു കഴിഞ്ഞു. എൻ്റെ ഭാഗത്തിന് തെറ്റില്ല. പിന്നെ നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി പരിശുദ്ധാത്മാവിൽ ആരാധന എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടോ, പാവങ്ങളെ ആദ്യമൊക്കെ കളിപ്പിക്കാൻ കൊള്ളാം. പക്ഷെ അവർ എന്തെങ്കിലും സത്യം മനസ്സിലാക്കും. അതുകൊണ്ട് ആത്മാവിൻ്റെ റോള് വേറെ. പക്ഷേ എൻ്റെ ആത്മാവാണ് പ്രൈമറിലി ദൈവത്തെ ആരാധിക്കേണ്ടത്. പക്ഷെ പ്രശ്നം നമ്മുടെ ആരാധന എൻ്റെ ശരീരത്തിൽ തുടങ്ങി, മനസ്സിൽ തുടങ്ങി, എൻ്റെ വികാരത്തിൽ തുടങ്ങി, എൻ്റെ ബുദ്ധിയിൽ തുടങ്ങി, അവിടെ അങ്ങ് തീരും. ഇവിടുന്ന് ഇങ്ങനെ കയറി എന്ത് പറ്റും? ഇവിടെ വന്ന് എൻ്റെ ആത്മാവ് അങ്ങോട്ട് തുറക്കുമ്പോഴത്തേക്കും ആശീർവാദം പറഞ്ഞ് വിട്ടു കഴിഞ്ഞു. അതാ പ്രശ്നം. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ നല്ല ആരാധനയിൽ അങ്ങോട്ട് കത്തി വന്ന് ചാടി മറിഞ്ഞ് തുള്ളി നൃത്തം ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് എന്ത് പറ്റി? അങ്ങോട്ട് വചനത്തിന് കേൾക്കാമെന്ന് പറഞ്ഞ് പാസ്റ്റർ അങ്ങോട്ട് എഴുതേക്കും, അങ്ങോട്ട് കസേലോട്ട് ഇരുന്നിട്ട് എന്താ പ്രശ്നമെന്നറിയാമോ? നിങ്ങളുടെ ശരീരത്തിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ചാടാവുന്നതിനൊരു ലിമിറ്റുണ്ട്. നിങ്ങൾ ഈ ഉള്ള എനർജി എല്ലാം കൂടെ ചാടി ഉള്ള കലോറി എല്ലാം കൂടെ കത്തിച്ച് 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഔട്ടായി. അവസാനം ദൈവവചനമായിട്ട് ദൈവദാസൻ എഴുതിയിരുന്നപ്പോൾ താണ്ട് അത് സ്വീകരിക്കാനുള്ള ആരോഗ്യമില്ല. എനിക്ക് ക്ഷീണം ബ്രദറെ, ഷുഗർ കുറഞ്ഞോന്നൊരു സംശയം. ഞാൻ ഒത്തിരി അങ്ങ് ആരാധിച്ചു. പിശാചിന് വലിയ തന്ത്രമാണ്. ഈ ദൈവം നിങ്ങൾ കേൾക്കാതെ വണ്ണം നിങ്ങളെ ക്ഷീണിപ്പിച്ച് തളർത്തി അവിടെ അങ്ങ് ഉറക്കുക എന്നുള്ള അവൻ്റെ തന്ത്രമായിരുന്നു. അതിന് ആരാധനയെന്നുള്ളൊരു ഷുഗർ കോട്ട ടാബ്ലറ്റ് തന്നത്. അത് നിങ്ങൾ വീണുപോയി. പക്ഷെ അതിനകത്തൊരു വഞ്ചനയുണ്ടായിരുന്നു. അടുത്ത് വന്ന ദൈവത്തിൻ്റെ ദൂരം നിങ്ങൾ കേൾക്കരുത്. അതിന് പിശാചൊരു നല്ല തന്ത്രം
ചാടിക്കോ മറിഞ്ഞോടി എന്ന് പറഞ്ഞു. എന്ത് ചാടി മറിഞ്ഞു, ആരാധിക്കുമ്പോൾ വിടുതൽ. ഹോ, അപ്പോഴത്തേക്ക് ചാടി. ക്ഷീണിക്കുമെന്ന് ആര് പറഞ്ഞു? ആത്മാവിൽ ആരാധിച്ചാൽ ക്ഷീണിക്കത്തില്ല, ഉറപ്പാണ്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ ബലഹീനത ഉണ്ട്, ക്ഷീണിക്കും. ബ്രദർ ചോദിച്ച ആ ചോദ്യം സാധാരണ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു കാണും. അദ്ദേഹം ചോദിക്കാനുള്ള ധൈര്യം കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത് ആത്മാവിലാണ് ക്ഷീണിക്കുമോ? ആത്മാവിലെ ക്ഷീണിക്കത്തില്ല എന്ന് ഞാൻ പറയുമ്പോഴും ജഡം ബലഹീനമാണ്, ക്ഷീണിക്കാം, ഉറപ്പാണ്. ബ്രദർ ഒരു കാര്യം ഓർക്കണം, പെന്തക്കോസ്തുകാരനാണ് ഞാൻ. പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഞാനും അഭിഷേകം പ്രാപിച്ചിട്ട് വർഷങ്ങളായി. ഇഷ്ടം പോലെ ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന, ആത്മാവിൽ ആരാധിപ്പിക്കുന്നതിനുമാണ്. മറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് എക്സ്റ്റെൻഡഡ് ടൈം ഓഫ് വർഷിപ്പ് ഞാനും ചെയ്യാറുണ്ട്. പക്ഷേ ഒരു സത്യം പറയാം, പലപ്പോഴും ആത്മാവും ആരാധനയുടെയും പേര് പറഞ്ഞ് ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത് അല്ലെങ്കിൽ ദൈവാത്മാവിൻ്റെ സഭയിൽ ചെയ്തെടുക്കാനുള്ളതിന് തടസ്സമായി നമ്മുടെ ആത്മാവിലുള്ള ആരാധന എന്നുള്ള പേരിൽ നമ്മളങ്ങ് ഓവറായിട്ടങ്ങ് പോകും. അടുത്ത് ഒരു ദൈവത്തിൻ്റെ കാര്യപരിപാടി അവിടെ നിവർത്തിക്കാതെ പോകുന്നു. ഇതാ സത്യം. ഇതൊരു വലിയ സത്യമാണ്. ഞാൻ വേറെ ചോദിച്ചുകൊണ്ടൊരു കാര്യം പറയാം. ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരത്താണ്. ഞങ്ങളുടെ അടുത്ത് ഒരു ചർച്ച ഉണ്ട്, പേര് ഞാൻ പറയത്തില്ല. അവിടെ എനിക്കൊരു കൺവെൻഷൻ നടക്കുക, വാർഷിക കൺവെൻഷനാണ്. അപ്പം എനിക്ക് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യ ദിവസങ്ങളൊന്നും പോകാൻ പറ്റി, ഞാനവിടെ ഇല്ലായിരുന്നു. ലാസ്റ്റ് ദിവസം സൺഡേ ഞാൻ ട്രിവാൻഡ്രത്തുണ്ട്. ഞാനൊന്ന് വിചാരിച്ചു വൈകിട്ട് അവിടെ ഒന്ന് പോകണം, നമ്മൾ അടുത്തൊരു ചർച്ച കൺവെൻഷനൊക്കെ ഒന്ന് പോയി. ഒരു മര്യാദയില്ല, മാത്രമല്ല കൺവെൻഷനാണ്, ഒരു ദൈവദാസൻ ഒരു സ്ഥലത്ത് നിന്ന് പ്രസംഗിക്കാൻ വന്നിരിക്കുക. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ബൈബിൾ എടുത്ത് വൈകുന്നേരം ആയപ്പോൾ ഞാൻ ആ കൺവെൻഷന് വേണ്ടി ചെന്നപ്പോൾ അവിടെ ആരാധന നല്ലവണ്ണം ആത്മാവിൽ ആരാധനയാണെന്ന് തോന്നും. അവിടെ നല്ലവണ്ണം പാട്ട് പാടി എല്ലാവരും കൂടി ആരാധിക്കും. ഒരു സംഗീത ഗ്രൂപ്പ് അത് നയിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ആരാധന ഒരു 6:30 തുടങ്ങി 7 7:30 7:45 ഇത് നിർത്താൻ പറ്റുന്നില്ല. അപ്പം ആ സ്ഥലം പാസ്റ്റർ മൈക്കെടുത്തിട്ട് സ്തോത്രം ഇങ്ങനെ ഇതൊന്ന് നിർത്തിക്കാൻ പറയാൻ നോക്കുക. പക്ഷെ ഫ്രണ്ടിൽ എല്ലാവരും കൂടെ അങ്ങ് നൃത്തം ചെയ്യുക. 8 മണിയായിട്ട് നിർത്താൻ പറ്റുന്നില്ല, 8:15 നിർത്താൻ പറ്റുന്നില്ല. കുറേ കഴിയുമ്പോൾ എന്ത് പറ്റിയെന്നറിയാമോ? അന്ന് ആ പ്രസംഗിക്കാതെ 9 മണിക്ക് അദ്ദേഹത്തിന് 9 മണിക്കുള്ള കണ്ണൂർ എക്സ്പ്രസ് തിരിച്ചു പോകണം. അദ്ദേഹം അവസാനം പ്രസംഗിക്കാതെ പോയി. എന്തോ പറ്റിയെന്നറിയാം, ഈ മുന്നിൽ എല്ലാവരും കൂടെ ചേർന്നങ്ങ് നൃത്തം ചെയ്യാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പം അവിടെ ഭയങ്കര കൺഫ്യൂഷൻ. ഇതിലാരാണ് ആത്മാവിൽ നൃത്തം ചെയ്യുന്നത്, ഏതാണ് പിശാച് തുള്ളുന്നതെന്ന് അറിയത്തില്ല. വല്ലാത്ത കലക്കം ആ സഭയിലുണ്ടായി. ആ സഭ 2ആയിട്ട് പിരിഞ്ഞു. ആ പാസ്റ്ററെ അടുത്ത ആഴ്ച ഒന്ന് സ്ഥലം മാറ്റി. കാര്യം അവരിലവിടെ പറഞ്ഞത്, ഈ പാസ്റ്റർക്ക് വിവേചിക്കാൻ കഴിഞ്ഞില്ലല്ലോ, ഇതിലേതാ ആത്മാവ് ഏതാ പിശാച്. അയാൾ എന്ത് ചെയ്തു പാവം. എന്നോട് സ്വകാര്യമായിട്ട് ചോദിച്ചാൽ പറയാം ഏത് ചർച്ച എന്താ സംഭവിച്ചത്, നിങ്ങൾ ആ പാസ്റ്ററോട് വിളിച്ചു ചോദിക്കുക. കാണുമ്പോൾ എല്ലാ ആത്മാവിലുള്ള ആരാധനയായിരുന്നു. പക്ഷേ 9 മണിയായിട്ട് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പ്രസംഗിക്കാതെ സ്ഥലം വിട്ടു. അവസാനം ആകെ പഴി മൊത്തം പാസ്റ്റർക്ക്. കാര്യം ഇവിടെ പിശാചും ആത്മാവും കൂടെ ഇളകിയപ്പം പിശാച് ഇളവും മനസ്സിലായി. പക്ഷേ ആത്മാവ് എന്തിനാണ് ഇളകുന്നത്? ഇനി തിരിച്ചു ചോദിക്കും, ആത്മാവിൽ ഉള്ള ആരാധനയാണെങ്കിൽ പിശാച് എങ്ങനെ പിന്നെ ആടിയത് കൂടെ? സത്യം നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ട. നിങ്ങളാരും ക്ഷോഭിച്ചിട്ട് കാര്യമില്ല, സത്യമാണ് ഞാനീ പറയുന്നത്. എത്ര വേണമെങ്കിലും വിശദീകരണം എന്നാലാവുന്ന പോലെ എനിക്ക് പറഞ്ഞുതരാൻ കഴിയും. സ്വകാര്യമായിട്ട് നിങ്ങൾ എന്നോടൊന്ന് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഒരു കാര്യം, വി ഷുഡ് ഹാവ് എൻ ഓർഡർ. ദൈവാത്മാവിൽ ആരാധിക്കുമ്പോൾ എനിക്ക് ക്ഷീണം ഇല്ല നമ്മൾ പറയും. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി കിടക്കുമ്പം ശരീരത്തിൽ ക്ഷീണം ഉണ്ടാവും, നമ്മൾ ക്ഷീണിച്ച് കിടന്നെന്നിരിക്കും. അത് കുഴപ്പമില്ല, അടുത്ത ദിവസത്തേക്ക് ക്ഷീണം അങ്ങ് പോവും, ദാറ്റ്സ് ഓക്കെ. പക്ഷേ ഞാനീ പറയുന്നത് അതിന് തൊട്ടടുത്ത കാര്യത്തിന് പ്രാധാന്യം കൊടുക്കണം. അതാണ് ഞാനീ പറയുന്നത്. നിങ്ങൾക്ക് പ്രസംഗിക്കാനൊന്നും പ്രസംഗമില്ല, 3 മണിക്കൂർ ആരാധിച്ചോ കുഴപ്പമില്ല. പക്ഷെ അതല്ലല്ലോ, സഭയിൽ ആരാധന മാത്രമല്ലല്ലോ. ചിലപ്പോൾ ആത്മാവ് നമ്മളെ നയിക്കും. ശരി, പ്രസംഗം കൊണ്ട് നിൽക്കട്ടെ, കുറച്ചു നേരം കൂടെ നമ്മൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം, ദൈവത്തിന് എന്തോ ചിലത് ചെയ്യാനുണ്ട്, ആയിക്കോട്ടെ, എങ്കിൽ മറ്റെല്ലാം മാറ്റി വെച്ചിട്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കും, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒടുവിൽ നമ്മുടെ ആത്മാവാം ദൈവത്തെ ആരാധിക്കേണ്ടത്. അത് മാത്രം നിങ്ങളുടെ മനസ്സിലേക്കാണ് കയറിയാൽ മതി. പക്ഷെ പലപ്പോഴും നമ്മുടെ ആത്മാവ് അങ്ങോട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയില്ല, നമ്മുടെ ജഡം ബന്ധപ്പെട്ടു, നമ്മുടെ മനസ്സ് ബന്ധപ്പെട്ടു, നമ്മുടെ വികാരം ബന്ധപ്പെട്ടു, നമ്മുടെ ബുദ്ധി ബന്ധപ്പെട്ടു, നമ്മുടെ ശരീരവും ബന്ധപ്പെട്ടു. അതെല്ലാം അങ്ങ് ചെന്നു. പക്ഷെ എന്ത് ചെന്നില്ല? എൻ്റെ ആത്മാവ് ചെല്ലുന്നില്ല. ആത്മാവിൽ ഞാൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ റിസൾട്ട് എന്താണെന്നറിയാമോ? ഐ വിൽ ഹാവ് എ പെർഫെക്റ്റ് പീസ് ഇൻസൈഡ്. എന്താണ്? ഒരു വലിയ സമാധാനം. മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകാം. യേശു ഒരു സ്ത്രീയോട് പറഞ്ഞതാണ്. അവളെ തൈലം കൊണ്ട് കാലിൽ പുരട്ടി, മുടിയോടെ തുടച്ചു, ആ പാദം ചുംബിച്ചു, അല്ലേ, കണ്ണീര് കൊണ്ട് കഴുകിയൊക്കെ പറഞ്ഞു. എല്ലാം, അവളൊരു വാക്കുപോലും മിണ്ടിയില്ല. അവളെല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് യേശു ഒറ്റ കാര്യം പറഞ്ഞു,
സ്ത്രീയെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. നിൻ്റെ തൈലമല്ല നിന്നെ രക്ഷിച്ചത്, നിൻ്റെ ചുമ്മനമല്ല, നിൻ്റെ മുടി കൊണ്ടുള്ള തൂർത്തല്ല, നിൻ്റെ വില കൂടിയ തൈലം ഒന്നുമല്ല, നിൻ്റെ വിശ്വാസം. നീ എന്ത് വിശ്വാസത്തിൽ ഇത് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നിനക്കൊരു റിസൾട്ടുണ്ട്, നിനക്കൊരു റിവാർഡ് ഞാൻ തരുന്നത്. എന്താണ്? സമാധാനത്തോടെ പോകാം. ഇന്ന് അനേക ആരാധനകൾ കഴിഞ്ഞ് പോകുമ്പം ഈ സമാധാനം പ്രാപിച്ചിട്ടാണോ പോകുന്നത്? പലരും അല്ല. എന്നോട് പലരും കഴിഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്, ബ്രദറെ എന്തുവായിരുന്നു അവിടെ സംഭവിച്ചത്? അതെന്തുമായിരുന്നു? അത് ശരിക്കുള്ള ആത്മാവാണോ? അത് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു? അതെന്താ? ആകെ കലക്കവും ഇടർച്ചയും അസമാധാനവും ഒക്കെയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. പക്ഷെ ദൈവാത്മാവ് നിയന്ത്രിച്ച് നമ്മുടെ ആത്മാവൻ ദൈവത്തോട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ അത് ആരാധന പൂർണ്ണമായി. അത് കഴിഞ്ഞ് നമ്മൾ പോകുമ്പം നമ്മുടെ ഉള്ളിലൊരു വലിയ സമാധാനം. അപ്പോഴിത് ഞാൻ പ്രവർ പറഞ്ഞ പോലെ എൻ്റെ ശരീരത്തിൽ ക്ഷീണമൊന്നും തോന്നത്തില്ല. വീട്ടിൽ പോയാലും ഐ സ്റ്റിൽ ഫീൽ ലൈക്ക് പ്രൈസിങ് ഹിം ആൻഡ് വർഷിപ്പിംഗ്. വീട്ടിൽ ചെന്നാലും ഉറക്കം വരത്തില്ല. വീട്ടിൽ ചെന്നാലും എനിക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഞാൻ കിടക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? അറിയാതെ ഞാൻ ദൈവത്തെ ആരാധിക്കും. അതാ ഒരു ശരിയായ ആരാധനയുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അല്ല ഇത് കഴിഞ്ഞിട്ട് ഞാൻ ക്ഷീണിച്ച് കിടന്ന് ഉറങ്ങുന്നെങ്കിൽ എൻ്റെ അർത്ഥം ഈ പറഞ്ഞ പോലെ ശരീരം ബലഹീനമായിരുന്നു ഉറങ്ങിപ്പോയി, അത്ര അതിന് കുറ്റബോധം വേണ്ട. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, വാസ് ദ സ്പിരിറ്റ് ഇനിഷ്യേറ്റിംഗ് ദ വർഷിപ്പ് ആൻഡ് വാസ് ഇറ്റ് ഡയറക്റ്റിംഗ് മൈ വർഷിപ്പ്? അതാ കാര്യം. ഇത് തുടങ്ങുന്നത് ദൈവമാണെങ്കിൽ അത് തുടരുന്നതും ദൈവമാണ്, അത് അവസാനിപ്പിക്കുന്നതും ദൈവമാണ്, ഞാനല്ല. അതുകൂടെ ഓർത്തോണം. കാര്യം ഞാൻ എൻ്റെതല്ലല്ലോ. എൻ്റെ ഉള്ളിൽ കർത്താവ് ഉണ്ടെങ്കിൽ, അവൻ്റെ ആത്മാവിനിൽ വസിക്കുന്നെങ്കിൽ, ആത്മാവിൻ്റെ ആലയമാണ് ഞാനെങ്കിൽ, അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും ആരെ തന്നെയാണ്? ആത്മാവാണ്. പക്ഷേ അതേ സമയത്തൊരു യാഥാർത്ഥ്യം, ഞാൻ ഈ ശരീരത്തിലുമാണ് വസിക്കുന്നത് എന്നുള്ളത് മറക്കരുത്. അത് മറക്കാൻ നമുക്കൊരു ഇഷ്ടമാണ്. നമുക്ക് ഇച്ചിരി അന്വേഷകർ പറയുമ്പോഴത്തേക്കും നമ്മളങ്ങ് മൂന്നാം സ്വർഗത്തിൽ എത്തിയെന്നൊരു തോന്നൽ വരും. അല്ല, നമ്മൾ ഈ ശരീരത്തിൽ തന്നെയാണ് അപ്പോഴും ജീവിക്കുന്നത്. നമ്മളങ്ങനെ മതി പറഞ്ഞ് എത്ര പോയെന്ന് പറഞ്ഞാലും നമുക്ക് ശരിക്കും നല്ല സുബോധം ഉണ്ടായിരിക്കും, ഒരു സംശയം വേണ്ട. അത് സത്യം. ചിലയിടത്തെങ്കിലും കണ്ടുകൊണ്ടായിരിക്കും സൗകര്യമാരെ അങ്ങോട്ട് ആത്മാവിലായി ചാടി എങ്ങോട്ടാണ് വരുന്നത് മൊത്തം? അപ്പോൾ ഈ വോളണ്ടിയേഴ്സ് ആഷേഴ്സ് ഒന്ന് ഇവരെ മാറ്റി അങ്ങോട്ട് കൊണ്ടു, പിന്നെയും ചാടി എങ്ങോട്ടാണ് വരുന്നത്? നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും സുബോധത്തിൻ്റെയും, അത് മൂന്നും ഒന്നിച്ച് പറയണം. നമ്മൾ പലപ്പോഴും അല്ല ഏതേ പറയുന്നുള്ളൂ, നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് ശക്തിയുടെ ആത്മാവ്, അത് പറയാൻ നമുക്കിഷ്ടം. അതിൻ്റെ കൂടെ പറയണം സ്നേഹത്തിൻ്റെയും കൂടെ ആത്മാവാണ്, സുബോധത്തിൻ്റെയും കൂടെ ആത്മാവ്. തലേന്ന് തുണി പോയാൽ നമ്മൾ അറിയും, സുബോധത്തിൻ്റെ ആത്മാവാണ്. ശരിയാണോ? രാമയും പറയാം അതിന്. സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും സുബോധത്തിൻ്റെ ആത്മാവിനെ നമ്മൾ പ്രാപിച്ചെങ്കിൽ നമ്മുടെ ശുശ്രൂഷകളിലും ഈ ശക്തി വെളിപ്പെടും. പക്ഷേ ആ ശക്തി വെളിപ്പെടുമ്പം അത് സ്നേഹത്താൽ വെളിപ്പെടും, സുബോധത്തോടെ വെളിപ്പെടും. കാണുന്നവർ പറയും, എത്ര ചന്തമായിരിക്കുന്നത് കാണാൻ, എത്ര ക്രമമായിരിക്കുന്നത് കാണാൻ, എത്ര ഉചിതമായിരിക്കുന്നത് കാണാൻ, എത്ര നന്നായിരിക്കുന്നു അല്ലേ? there is an order there. നല്ലോണം ഓർക്കണം, ദൈവം സൃഷ്ടിച്ച സകലത്തിനും there is an order. ഈ അന്നജനാദരങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചിട്ട് നോക്കിയേ, അതെല്ലാം കൃത്യമായിട്ട് അതിൻ്റെ അച്ചുകൊണ്ടിൽ കറക്കുന്ന ആരാ? ദൈവം. സീസൺസ് എന്ത് ഓർഡറായിട്ടാണ് സീസൺസ് വരുന്നത് അല്ലേ? സകല കാര്യം ഒരു വൃക്ഷം വളർന്നു വരുന്ന നോക്കി, ആ ഓർഡർ നോക്കിയേ, സൂര്യൻ ഉദിക്കുന്ന ഓർഡർ നോക്കിയേ, എല്ലാം ഓർഡറുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പ്രകൃതിയിൽ മുഴുവൻ അവൻ ആ ക്രമം നിലനിർത്തുന്നെങ്കിൽ ദൈവസഭയിൽ മാത്രം ആ ക്രമം വേണ്ടെന്നാരായി പറഞ്ഞേ? സകലവും ചന്തമായും ക്രമമായും ഉചിതമായും ദൈവസഭയിൽ നടക്കട്ടെ എന്ന, പ്രത്യേകിച്ച് ആത്മനിറവിലുള്ള ശുശ്രൂഷകൾ, ആത്മവരങ്ങളിലുള്ള ശുശ്രൂഷകൾ. അവിടെ ക്രമം വിട്ടിട്ട് അത് ആത്മാവാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടരുത്. ആത്മാവ് അതിൽ പ്രതിയല്ല, ഞാനാ പ്രതി. അല്ലെ ഞാൻ തെറ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്നു, തെറ്റായിട്ട് ഞാൻ കണ്ടു മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവസ്നേഹത്താൽ ദൈവസഭയെ അവൻ തിരുത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് ആ തിരുത്തൽ നമ്മൾ എടുത്താൽ അത് നമുക്ക് അനുഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, ജാതികൾ കയറി വന്നിട്ട് പറയും, അവരുടെ ആരാധന നോക്ക്, ഇതിലെ പോകുമ്പോൾ പാട്ട് കേട്ട ആൾക്കാർ കയറി വരും, എന്ത് ഇന്നലെ ഞങ്ങളിവിടെ കയറി വന്നപ്പം ഞാനൊരു ഭാര്യ പറയും, എന്ത് മനോഹരമായിരുന്നു നിങ്ങളുടെ ആ പഴയ പാട്ട് പാടിയപ്പോൾ, എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ ജെസിയോട് പറഞ്ഞു, നോക്കിയേ നമ്മുടെ കുറച്ച് മാത്രമേ ഉള്ളൂ പഴയ പാട്ട് പാടുന്നത്, നോക്കിയേ എന്ത് മനോഹരമായിട്ട് അവർ ആ പഴയ പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കുന്നു. പുറത്തുകൂടെ പോകുന്നവർ കയറി വരും, ആകർഷിക്കപ്പെട്ട് കാന്തം പിടിച്ചെടുക്കുന്ന പോലെ ഇവിടെ വരും. കണ്ടോ അവരുടെ പാട്ട് പാടുന്ന ആ ക്രമം കണ്ടോ, ആ ഭംഗി കണ്ടോ? ഇവിടെ എല്ലാം കണ്ടിട്ട് അവതാളം കണ്ടേ, ഇത് മൊത്തം അവതാളമാണ്, കൺഫ്യൂഷനാണെന്ന്. ഒന്നാമത് അവർ കൺഫ്യൂസ്ഡാണ്, അവരിങ്ങോട്ട് വന്ന് ഒന്നുകൂടെ റീകൺഫ്യൂസ്ഡ് ആവണോ? വേണ്ട. ഇന്ന് ദൈവസഭയിലെ ആ ക്രമം കണ്ടിട്ട് ദൂതന്മാർ നോക്കിയേ, അവരെന്ത് ക്രമമായിട്ട് ദൈവം നിൽക്കുന്നതെന്ന് അറിയാമോ? അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അവരോട് നിങ്ങളെ നോക്കി പഠിക്കണം ചില കാര്യങ്ങൾ. കാരണം അവർ ക്രമം വിട്ട് പ്രവർത്തിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ക്രമം കെട്ട് ചെയ്ത് അവർ ചോദിക്കും, എന്ത് കർത്താവേ അവർക്കതാവാമോ?
ഞങ്ങൾ എന്ത് ക്രമമായിട്ട് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്? ഞങ്ങൾ എങ്ങനെയാണല്ലോ പഠിപ്പിച്ചിരിക്കുന്നത്? എന്താ നീ പിന്നെ സഭയിൽ അതങ്ങ് അഴിച്ചു വിട്ടിരിക്കുന്നത് എന്ന് ദൈവത്തോട് അവർ ചോദിക്കുമെന്നാണ്. അതാ അതിൻ്റെ അർത്ഥം അല്ലേ? നമ്മൾ താഴ്ത്ത് ദൂതന്മാർ നോക്കുക, നിങ്ങളെ ദൂതന്മാർ നോക്കും സഹോദരിമാർ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നോക്കുന്നുണ്ട് അവർ അല്ലേ? അവർ ദൈവത്തെ നോക്കി കുറ്റപ്പെടുത്താൻ ഇടയാവരുത്. അപ്പം നമ്മളെല്ലാം ക്രമമായിട്ടും ചന്തമായിട്ടും ഉചിതമായിട്ടും നമ്മൾ ചെയ്യണം. അതിനുവേണ്ടി ഞാനിത് പറയല്ല. ഞാൻ മറ്റൊന്നും കൂടെ ഞാൻ ഇതുകൂടെ പറഞ്ഞേക്കാം. ഞാൻ ആരാധനയ്ക്ക് എതിരല്ല. ഞാൻ ആരാധിക്കുന്നതിനും ആരാധിപ്പിക്കുന്നതിനുമാണ്. ആരാധനയിൽ ബഹളം വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ വീണ്ടും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടെ തിരുത്തി പറയാം. എന്താണെന്നറിയാമോ? നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. ആരാധനയിൽ ബഹളമുണ്ട്, ബഹളമാകാം, പക്ഷേ ബഹളമല്ല ആരാധന. ഒന്നുകൂടെ കേട്ടോ. ആരാധനയിൽ ബഹളമുണ്ട്, ബഹളമാകാം, പക്ഷേ ബഹളമല്ല ആരാധന. ഇന്ന് നമ്മൾ കുറേ ബഹളം വെച്ചിട്ട് ഇത് ആരാധനയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ സമ്മതിക്കരുത്. പക്ഷെ ആരാധനയിൽ മൗനമായിട്ട് മാത്രമല്ല, ബഹളം വയ്ക്കും. കാരണം ദൈവമക്കൾ ഒരുമിച്ച് കൂടി കൈയടിച്ച് പാട്ട് പാടുമ്പോൾ ബഹളമുണ്ട്, അന്യഭാഷ പറയുമ്പോൾ ബഹളമുണ്ട്. ദാറ്റ്സ് ഓക്കെ. പക്ഷെ ആ ബഹളത്തിലും എന്തുണ്ട്? ഒരു ക്രമമുണ്ട്. അവിടെയും കാണുന്നവനൊരു ചന്തമായിട്ട് തോന്നണം. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്, യോ 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 ഈ അവിശ്വാസിയോ വരവില്ലാത്തവനോ അകത്ത് വന്ന് അവനെന്തോ പറയും, എല്ലാത്തിനും പ്രാന്താന്ന് പറയത്തില്ലയോ? ഇതേ ഭാഷയിലാണ് പൗലോസ് പറയുന്നത്. ഇന്ന് പലപ്പോഴും നമ്മളെ കണ്ട് ജനം മാറിയിരിക്കുന്നത് ഭ്രാന്തന്മാർ ചുമ്മാ ആത്മാവെന്ന് നിങ്ങൾ ചാടുന്നു. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ചുറ്റുമുള്ള നാമധേയ ക്രിസ്ത്യാനികളും അല്ലാത്ത അക്രൈസ്തവർ പോലും അവർക്കിതൊക്കെ എന്താണെന്ന് അറിയാനൊരു താല്പര്യമുണ്ട്. കാര്യം അവരാകെ ഫ്രസ്ട്രേറ്റഡാണ്. അവർ മടുത്തു, അവരുടെ മതം കൊണ്ട് മടുത്തു, അവരുടെ സഭയിലെ ആചാരങ്ങൾ കൊണ്ട് മടുത്തു. ഈ സത്യം എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. അവർ വല്ലപ്പോഴും ബൈബിളൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഈ ആത്മാവിൻ്റെ കാര്യവും ആത്മപരങ്ങളുടെ കാര്യവും അവരും വായിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ശരിയായിട്ടൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നൊരു ചർച്ച ഇനിയും അവർ കാണാതിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അന്ത്യകാലത്തെ സഭയിൽ ഇത് ശരിക്കും വെളിപ്പെടുകയാണെങ്കിൽ ജനം കയറി വരും. നിങ്ങൾ പോയി വിളിക്കണ്ട, ജനം കയറി വരും. ടി വിയിലൂടെ നിങ്ങളുടെ സർവീസസ് കാണട്ടെ, ജനങ്ങൾ തേടി വരും. കണ്ടോ, ഇത് ആത്മാവിലുള്ള ആരാധന. കണ്ടോ, അവർ അന്യഭാഷ പറയുന്നത് കേൾക്കാൻ തന്നെ ഒരു എന്തുകൊണ്ടുണ്ട് അല്ലേ? അവരെല്ലാവരും കൂടെ ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന കണ്ടേ എന്ത് മനോഹരമായിരിക്കുന്നു. എനിക്ക് പോയി അവരോട് കൂടണം, എനിക്ക് കണ്ടോ എന്ന് പറഞ്ഞ് ജനം വരണം. പ്രിയപ്പെട്ടവരെ, അവരെ ആകർഷിക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യണ്ട. പക്ഷെ നമ്മൾ ശരിയായി ക്രമമായി നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ആത്മാവിൽ തന്നെ ആരാധിക്കുമ്പോൾ ജനം ആകർഷിക്കപ്പെടും. ആദ്യകാലത്തെ പെന്തക്കോസ്ത് സഭകൾ എന്താ സംഭവിച്ചത്? അവർക്കൊന്നും അറിയത്തില്ലായിരുന്നു. അവർ ഈ സുവിശേഷം കേട്ടു, രക്ഷിക്കപ്പെട്ടു. വെള്ളത്തിൽ മുങ്ങണോ പോയി, വെള്ളത്തിൽ മുങ്ങി. ആത്മാവിനെ പ്രാപിച്ചു. അന്യഭാഷയിൽ അവരെ കൂടെ ദൈവം ചോദിച്ചു. അന്ന് ഈ പറഞ്ഞ ഹോളുകളുമില്ല, മൈക്കുമില്ല, ഒന്നുമില്ല. ആ കൂടി പിന്നെ ഉണ്ടായിരുന്നു കുമ്മനാർന്ന് മേടിച്ചൊരു തമ്പേറുകൾ.